നമസ്കാരം. മീഡിയ 4 വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. നാട്ടിക നിയോജക മണ്ഡലത്തിലെ വെള്ളക്കെട്ട് നേരിടുന്ന പ്രദേശങ്ങളും ക്യാമ്പുകളും MLA CC മുകുന്ദൻ സന്ദർശിച്ചു. കമാൻഡമുഖം തകർന്നതിനെ തുടർന്ന് ശക്തമായ ഒഴുക്ക് തടയാൻ അടിയന്തരമായി തടയണ നിർമ്മിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. മാപ്രാണത്ത് പാടശേഖരത്തിലെ വെള്ളക്കെട്ടിൽ വീണ് യുവാവ് മരിച്ചു. വെള്ളക്കെട്ട് ഒഴിയാതെ തൃപ്രയാർ ചേർപ്പ് സംസ്ഥാന പാതയിൽ തേവർ റോഡ് പെട്രോൾ പമ്പിന് സമീപം. പനംകുളം DMLP സ്കൂളിലെ ദുരിതാശ്വാസ ക്യാമ്പ് ഒഴിപ്പിക്കാൻ താൻ ശ്രമിച്ചുവെന്ന് ചിലർ നടത്തുന്ന പ്രചരണം വാസ്തവവിരുദ്ധമാണെന്ന് ചേർപ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് സുജീഷ കള്ളിയത്ത് പറഞ്ഞു. വാർത്തകൾ വിശദമായി. നാട്ടിക നിയോജക മണ്ഡലത്തിലെ വെള്ളക്കെട്ട് നേരിടുന്ന പ്രദേശങ്ങളും ക്യാമ്പുകളും MLA സന്ദർശിച്ചു. പാറളം, ചാഴൂർ, ചേർപ്പ് ഗ്രാമപഞ്ചായത്തുകളിലെ വെള്ളക്കെട്ട് ബാധിച്ച പ്രദേശങ്ങളാണ് MLA സന്ദർശിച്ചത്. പാറളം, ചാഴൂർ, ചേർപ്പ് ഗ്രാമപഞ്ചായത്തുകളിലെ വെള്ളക്കെട്ട് ബാധിച്ച പ്രദേശങ്ങളാണ് MLA സന്ദർശിച്ചത്. പാറളത്ത് ചേനം, മുള്ളക്കര, കപ്പക്കാട് തുടങ്ങിയ മേഖലകളിലാണ് വെള്ളം കയറിയിട്ടുള്ളത്. 20 കുടുംബങ്ങൾ പാറളം CILPSൽ ക്യാമ്പിലുണ്ട്. ചേർപ്പ് ഗ്രാമപഞ്ചായത്തിൽ കമാൻഡമുഖം ബണ്ട് പൊട്ടിയതോടെ ഗവൺമെന്റ് ഹൈസ്കൂൾ ചേർപ്പിൽ ക്യാമ്പിൽ 400-ൽ അധികം പേരാണ് അഭയം തേടിയത്. ചാഴൂർ ഗ്രാമപഞ്ചായത്തിൽ GLPS കുറുമ്പിലാവിലും പുള്ള് ALP സ്കൂളിലുമാണ് ക്യാമ്പ് ആരംഭിച്ചിട്ടുള്ളത്. 300ഓളം പേർ 2 ക്യാമ്പുകളിലുമായി ഉണ്ട്. വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ച് വെള്ളക്കെട്ട് ഒഴിവാക്കൽ, ദുരിതാശ്വാസ ക്യാമ്പുകൾ സജ്ജമാക്കൽ, അപകട ഭീഷണിയുള്ള മരങ്ങൾ മുറിച്ചു നീക്കൽ എന്നിവ അടിയന്തരമായി നടക്കുന്നുണ്ടെന്നും അവശ്യഘട്ടങ്ങൾ ചികിത്സകൾ, മരുന്നുകളുടെ വിതരണം, രോഗീ പരിചരണം എന്നിവ നടത്താൻ ക്യാമ്പുകൾ പൂർണ്ണ സജ്ജമാണെന്നും MLA പറഞ്ഞു. മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീല വിജയകുമാർ, പാർലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി വിനയൻ, വൈസ് പ്രസിഡന്റ് ആശ മാത്യൂസ്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സുബിത സുഭാഷ്, ജെയിംസ് പി പോൾ, പ്രമോദ് കോടന്നൂർ, CB സുരേഷ്, വിദ്യാനന്ദനൻ, വില്ലേജ് ഓഫീസർ പ്രശാന്ത് അന്തിക്കാട്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം നജീബ് PS, ചാഴൂർ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ രമ്യ മടക്കാവിൽ, ജോഷി, ഗിരിജൻ പയ്യനാട്ട്, ഷില്ലി ജിജിമോൻ, ഷൈജി സുനിൽ എന്നിവർ MLAയോടൊപ്പം ഉണ്ടായിരുന്നു. വെള്ളം വരും എന്നൊരു പ്രതീക്ഷ ഇനിയില്ല. ചെറിയ എന്താ പറയുക, സാഹചര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് വെള്ളം കൂടുതൽ കടത്തി വിടാൻ സാധ്യതയില്ല. അപ്പം നമുക്ക് മറ്റേ ചില ബണ്ടുകൾ തുറന്ന് ചില അപകടസ്ഥിതി നമ്മുടെ മേഖലയുണ്ടായിട്ട് അതൊക്കെ എല്ലാവരോടും പറയേണ്ട ഉദ്യോഗസ്ഥന്മാരുടെ സ്വഭാവമാണ്. കാലാകാലങ്ങളിൽ നമ്മളുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ളതിൻ്റെ ഷട്ടറോ എന്തൊക്കെയാണ് അപ്പോൾ അത് പരിഹരിക്കുന്ന ആവശ്യം നടപടി സ്വീകരിക്കുന്നത് പണിയല്ലേ എൻ്റെ അകത്ത്. കോൾ മേഖലയെ നശിപ്പിക്കുന്നത് ഉദ്യോഗസ്ഥന്മാരാണ്. ജനങ്ങൾക്കൊന്നും നശിപ്പിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഉദ്യോഗസ്ഥന്മാരെ വിളിച്ചിരുത്തി ആവശ്യമായ ഈ അപകടത്തിൽ ഇപ്പോൾ ഈ 2 മാസം വന്ന പണി വെള്ളം വരുന്നത്, ഇതിനേക്കാളും മുമ്പ് എല്ലാ വർഷവും ഈ ഒരു കമ്മിറ്റി വിളിച്ചു കൂട്ടി ആവശ്യമായ വെള്ളം, അപകടകരമായ വെള്ളം കളയുന്ന ആവശ്യം നടപടി സ്വീകരിക്കാൻ ഒരു പ്രൊജക്റ്റ്, ഒരു പദ്ധതി തയ്യാറാക്കുന്ന ആവശ്യം നടപടി സ്വീകരിക്കാൻ കളക്ടറോട് പറഞ്ഞിട്ടുണ്ട്. അടുത്ത ദിവസം തന്നെ കൃഷിക്കാരെ പ്രധാനപ്പെട്ടവരെ വിളിച്ചിരുത്തി ഈ വെള്ളത്തെ എങ്ങനെ വടക്കോട്ട് കളയാൻ കഴിയും, ആ വടക്കോട്ട് പോയി കഴിഞ്ഞാൽ വെള്ളം മുഴുവൻ പോകുന്നത് ഏനമ വണ്ട് കഴിഞ്ഞാൽ കടലിലേക്കാണ് പോവുക. അവിടെ എത്തുന്നത് വരെ ഒരുപാട് തടസ്സങ്ങളുണ്ട്. ചീപ്പൊക്കെ ഇട്ട് തടസ്സപ്പെടുത്തിയിട്ട് അതൊക്കെ ഊരിക്കളഞ്ഞ് ആവശ്യമായ ഒരു പദ്ധതി തയ്യാറാക്കി വെള്ളം ആവശ്യം നടപടി സ്വീകരിക്കണം. കമാൻഡമുഖം തകർന്നതിനെ തുടർന്ന് ശക്തമായ ഒഴുക്ക് തടയാൻ അടിയന്തരമായി തടയണ നിർമ്മിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. ഹർബട്ട് കനാൽ വഴി വൻതോതിൽ വെള്ളം കുതിക്കുകയാണ്. ചേർപ്പ്, ചാഴൂർ, പാറളം, അന്തിക്കാട് തുടങ്ങി 6 പഞ്ചായത്തുകളിൽ
താഴ്ന്ന പ്രദേശങ്ങളിലെ വീടുകളും റോഡും വെള്ളക്കെട്ടിലാണ്. 1000-ഓളം ആളുകൾ ദുരിതാശ്വാസ ക്യാമ്പുകളിലാണ്. മഴ കുറഞ്ഞിട്ടും പുഴയിലെ ജലനിരപ്പ് താഴ്ന്നിട്ടും ഈ പ്രദേശങ്ങളിലെ വെള്ളക്കെട്ട് കുറയുന്നില്ല. ശാശ്വത പരിഹാരം കാണുന്നതുവരെ താൽക്കാലിക തടയണ നിർമ്മിച്ച് ഒഴുക്ക് തടയണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. വ്യാഴാഴ്ച ജില്ലാ കളക്ടറേറ്റിൽ മന്ത്രി ആർ ബിന്ദുവിന്റെ സാന്നിധ്യത്തിൽ നടന്ന യോഗത്തിൽ ഈ കാര്യം പഞ്ചായത്ത് പ്രസിഡന്റുമാർ അവതരിപ്പിച്ചിരുന്നു. ഇതേ തുടർന്ന് തടയണ നിർമ്മിക്കണമെന്നാണ് നിർദ്ദേശമുണ്ടായത്. ഇതിനായി ഇറിഗേഷൻ വകുപ്പ് 15 ലക്ഷം രൂപയുടെ എസ്റ്റിമേറ്റ് തയ്യാറാക്കിയെന്നും പറയുന്നു. അടിയന്തര ഘട്ടത്തിൽ തടയണ നിർമ്മിക്കാതെ വൈകി നിർമ്മിച്ചാൽ അത് വിപരീത ഫലം ഉണ്ടാകുമെന്നും അഭിപ്രായമുണ്ട്. കാരണം പുഴയിലെ ജലനിരപ്പ് താഴ്ന്നാൽ ജനവാസ കേന്ദ്രങ്ങളിലെ വെള്ളം തിരിച്ച് കനാൽ വഴി ഒഴുക്കണം. തടയണ നിർമ്മിച്ചാൽ അത് തടസ്സമാകുമെന്നും പറയുന്നു. കമാൻഡ് മുഖം അടയ്ക്കാനും സ്ഥിരം സംവിധാനം ഉണ്ടാക്കാനും ആവശ്യപ്പെട്ട ജനകീയ സമരസമിതിയുടെ നേതൃത്വത്തിൽ തൃശൂർ തൃപ്രയാർ സംസ്ഥാനപാത ഉപരോധം മുതലായ സമര പരിപാടിക്ക് രൂപം നൽകുമെന്ന് ജനകീയ സമരസമിതി നേതാവായ CK വിനോദ്, KR സിദ്ധാർത്ഥൻ, കുട്ടിക്കൃഷ്ണൻ നടുവിൽ, M സുജിത് കുമാർ, PH ഉമ്മർ, ബാലു കനാൽ, അഡ്വക്കേറ്റ് KM ഷാജി, ദിലീഷ് എട്ടുമന എന്നിവർ പറഞ്ഞു. ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഇന്ന് ഈ കമാൻഡ് മുഖത്തുള്ള ഈ ഷട്ടർ ചീപ്പ് സംവിധാനത്തിൽ ഒരു ചീപ്പ് പൂർണ്ണമായും, ഒരു ചീപ്പ് ഭാഗികമായും, ഒരു ചീപ്പ് പൂർണ്ണമായി തകരാതെ ഇവിടെ നിൽക്കുന്നു. ഈ തകർന്ന ഭാഗത്ത് താൽക്കാലിക തടയണ സംവിധാനം ഏർപ്പെടുത്തിക്കൊണ്ട് പുഴയിൽ വെള്ളം കുറയുമ്പോൾ വെള്ളം തിരിച്ച് ഇറങ്ങുന്നതിനായിട്ട് തകരാതെ നിൽക്കുന്ന ആ സംവിധാനം ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് വേണം ഇവിടെ താൽക്കാലിക തടയണ നിർമ്മാണം നടത്തുന്നതിനായിട്ടും. ഒപ്പം നമ്മളുടെ ഈ കാലവർഷം കഴിഞ്ഞാൽ വരും നാളുകളിലേക്കെങ്കിലും ഇവിടെ ഇത്രയും ആളുകൾ അനുഭവിക്കുന്ന ഈ ദുരിതത്തിന് ശാശ്വതമായിട്ടുള്ളൊരു പരിഹാരം കാലങ്ങളായിട്ട് സർക്കാർ സംവിധാനത്തിൽ MLA-മാർ വാഗ്ദാനം ചെയ്യുന്നത് മാത്രമേ ഇവിടെ നടക്കുന്നുള്ളൂ. അതിനൊരു സ്ഥിരം സംവിധാനം നമുക്കറിയാം. 2018 കരുവന്നൂർ ചിറക്കുഴി ഭാഗത്ത് ഇതുപോലെ തന്നെ ബണ്ട് പൊട്ടിയിട്ടാണ് നമ്മൾ ഒരുപാട് പ്രദേശങ്ങളിൽ നമ്മൾ ദുരിതം അനുഭവിച്ചത്. അവിടെ നമുക്കിപ്പോൾ സ്ഥിരം സംവിധാനം വന്നപ്പോൾ ആ ഒരു ഇതിന് നമുക്ക് ശാശ്വത പരിഹാരമായി. അതുപോലെ തന്നെ ഈ കമാൻഡ് മുഖത്ത് ഒരു സ്ഥിരം സംവിധാനം, ഷട്ടർ സംവിധാനം കൊണ്ടുവരണമെന്നും കൂടി ജനകീയ സമിതി ആവശ്യപ്പെടുകയാണ്. കഴിഞ്ഞ ബുധനാഴ്ച ഏതാണ്ട് ഒരു 11-12 മണി നേരത്താണ് ഈ ചീപ്പ് ഇവിടെ തള്ളിപ്പോയത്. കഴിഞ്ഞ 3 ദിവസമായിട്ട് ചേർപ്പ് പഞ്ചായത്തിൻ്റെ താഴ്ന്ന പ്രദേശങ്ങളും ചാടൂര്, പാർളം തുടങ്ങി അങ്ങോട്ട് വടക്കോട്ടുള്ള അരിമ്പൂര് തുടങ്ങിയ എല്ലാ പഞ്ചായത്തുകളിലും വെള്ളം കയറി ക്യാമ്പുകൾ നിറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ എത്രയും പെട്ടെന്ന് ഇവിടെ ഒരു തടയണ കെട്ടി വെള്ളത്തിൻ്റെ ഒഴുക്ക് നിയന്ത്രിച്ച്, ഇപ്പോൾ കേടായിട്ടുള്ള 2 ജീപ്പുള്ള, ഒരു ജീപ്പ് കുഴപ്പമില്ലാണ്ട് നിൽക്കുന്നുണ്ട്. ആ കേടായ 2 ജീപ്പിൻ്റെ ഭാഗം വെള്ളത്തിൽ തടഞ്ഞു നിർത്തി ഈ ഒഴുക്കിൻ്റെ ഗതിനെ നിയന്ത്രിച്ചില്ലെങ്കിൽ ഇനിയും കൂടുതൽ ആളുകൾ ക്യാമ്പിലേക്ക് പോകും. ഒരുപാട് പേര് അനാവശ്യമായ ദുരിതം അനുഭവിക്കേണ്ടി വരും. കരുവന്നൂർ പുഴയിൽ കേന്ദ്ര സർക്കാരിൻ്റെ ദുരന്ത നിവാരണ അതോറിറ്റി അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ള പുഴയിലൊന്നാണ്. അപ്പോൾ ഇനിയും നമ്മൾ അപകടം പ്രതീക്ഷിക്കണം. ഏത് സമയം ഇനി മഴ പെയ്താലും ഈ ദുരന്തം നമ്മൾ ആവർത്തിച്ചുകൊണ്ടിരിക്കണം. ജനകീയ സമരസമിതിയുടെ പേരിൽ നേതൃത്വത്തിൽ ഇതിനൊരു ശക്തമായ സമരപരിപാടികളുമായിട്ട് മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ട് ഞങ്ങളിവിടെ ഒരു സമരസമിതി യോഗം ചേർന്ന് അതിൻ്റെ ഒരു രൂപരേഖ തയ്യാറാക്കി. അത് ഏറ്റവും അടുത്ത ദിവസം തന്നെ ഇത് ശ്രദ്ധിക്കപ്പെടാതെ കിടക്കുന്ന ഒരു വിഷയമായതുകൊണ്ട് ഇത് ശ്രദ്ധിക്കപ്പെടാൻ തൃശ്ശൂർ തൃപ്രയാർ സംസ്ഥാന പാത ഉപരോധിക്കുകയാണ് ഞങ്ങൾ ഏറ്റവും ആദ്യം ചെയ്യാൻ പോകുന്നത്. അത് ഏറ്റവും ആദ്യം ഇതൊന്ന് അനൗൺസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വാർത്താ മാധ്യമം നമ്മൾ ഉപയോഗിക്കുന്നത്. ഏറ്റവും ആദ്യം നമ്മൾ 1-2 ദിവസങ്ങളിൽ ഇതിന് ഒരു പരിഹാരം ഉണ്ടാവാത്ത പക്ഷം ആദ്യം ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് തൃശ്ശൂർ തൃപ്രയാർ സംസ്ഥാന പാത ഉപരോധിച്ചുകൊണ്ട് ഇത് ഉദ്യോഗസ്ഥ തലങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു കർത്തവ്യമാണ് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത്. മാപ്രാണത്ത് പാടശേഖരത്തിലെ വെള്ളക്കെട്ടിൽ വീണ് യുവാവ് മരിച്ചു. ഇരിങ്ങാലക്കുട നഗരസഭ 6-ാം വാർഡ് മാപ്രാണം പീച്ചാംപിള്ളിക്കോണം ചർച്ച് റോഡ് സ്വദേശി അമയം പറമ്പിൽ സുബ്രഹ്മണ്യൻ മകൻ 34 വയസ്സുള്ള രമേശാണ് മരിച്ചത്. തേലപ്പള്ളിയിൽ മരക്കമ്പനിയിൽ ജോലി ചെയ്യുന്ന രമേശ് കഴിഞ്ഞ ദിവസം രാത്രി ജോലി കഴിഞ്ഞ് പുത്തൻതോട് ബണ്ട് റോഡ് വഴി വീട്ടിലേക്ക് മടങ്ങുന്നതിനിടെ വെള്ളക്കെട്ടിൽ വീണ് മരണപ്പെട്ടു എന്നാണ് അനുമാനിക്കുന്നത്. കാണാതായതിനെ തുടർന്ന് നടത്തിയ തെരച്ചിലിൽ വെള്ളിയാഴ്ച രാവിലെയാണ് വെള്ളത്തിൽ നിന്നും മൃതദേഹം കണ്ടെത്തിയത്. രമേശിന് നീന്തൽ വശമില്ലായിരുന്നുവെന്ന് നാട്ടുകാർ പറഞ്ഞു. അരയ്ക്കൊപ്പം വെള്ളത്തിലൂടെ രാത്രി വെളിച്ചമില്ലാത്ത ബണ്ട് റോഡിലൂടെ വരുന്നതിനിടെ കാൽ വഴുതി വെള്ളക്കെട്ടിൽ വീണതാകാം. ഇതാണ് മരണകാരണമെന്നാണ് നിഗമനം. ഇരിങ്ങാലക്കുട ഫയർഫോഴ്സും പോലീസും എത്തി മൃതദേഹം കരയ്ക്ക് കയറ്റി ഇരിങ്ങാലക്കുട ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റി. അവിവാഹിതനാണ് രമേശ്. അമ്മ സരസു, സഹോദരി രേഷ്മ.
തൃപ്രയാർ ചേർപ്പ് സംസ്ഥാന പാതയിൽ തേവർ റോഡ് പെട്രോൾ പമ്പിന് മുൻപിൽ കനത്ത വെള്ളക്കെട്ട്. വെള്ളക്കെട്ട് മൂലം ഇരുചക്ര വാഹനം ഉൾപ്പെടെയുള്ള ചെറിയ വാഹനങ്ങൾ കടന്നുപോകാൻ പ്രയാസം നേരിടുന്നു. അതേസമയം ബസ് ഉൾപ്പെടെയുള്ള വലിയ വാഹനങ്ങൾ ഗതാഗതം നടത്തുന്നുണ്ട്. വെള്ളക്കെട്ട് മൂലം ചെറിയ വാഹനങ്ങളിൽ വെള്ളം കയറി ഓഫാകുകയാണ്. ഇതുവഴി കടന്നുപോകുന്ന വാഹനയാത്രക്കാർ ജാഗ്രത പാലിക്കണം. പനംകുളം DMLP സ്കൂളിലെ ദുരിതാശ്വാസ ക്യാമ്പ് ഒഴിപ്പിക്കാൻ താൻ ശ്രമിച്ചു എന്ന് ചിലർ നടത്തുന്ന പ്രചരണം വാസ്തവവിരുദ്ധമാണെന്ന് ചേർപ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് സുജീഷ കള്ളിയത്ത് പറഞ്ഞു. ക്യാമ്പിൽ ഭക്ഷണം കിട്ടുന്നില്ല എന്ന് MLA ഓഫീസിൽ ആരോ അറിയിച്ചതിനെ തുടർന്ന് നാട്ടിക നിയോജകമണ്ഡലം ദുരന്ത നിവാരണത്തിന്റെ ചുമതലയുള്ള തളിക്കുളം BDO റെജിൻ കുമാർ ക്യാമ്പ് കാണണമെന്ന് പറഞ്ഞു. ഇതുപ്രകാരം ഞാനും സെക്രട്ടറിയും ചേർപ്പ് ബ്ലോക്ക് BDOയും വില്ലേജ് ഓഫീസറും CIയും ഒരുമിച്ചാണ് ക്യാമ്പിൽ പോയത്. ക്യാമ്പിലുള്ളവരെ കാര്യം പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയും അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ ചേർപ്പ് ഗവൺമെന്റ് സ്കൂളിൽ ക്യാമ്പിൽ വരണമെന്നും അറിയിച്ചു. അല്ലാതെയുള്ള പ്രചരണം തെറ്റാണെന്നും പ്രസിഡന്റ് പറഞ്ഞു. ചേർപ്പ് ഗ്രാമപഞ്ചായത്തിലെ ഗ്രാമതല സ്കൂളിൽ ആരംഭിച്ച ക്യാമ്പിന് ആളുകൾ എണ്ണം കൂടിയതിനെ തുടർന്ന് ഇപ്പോൾ ഈ ക്യാമ്പിൽ 481 പേരായി. ഇപ്പോൾ നമ്മളിന്ന് GJBSലെ ക്യാമ്പ് വീണ്ടും സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അവിടെ ഇപ്പോൾ 46 പേര് ഇപ്പോൾ തന്നെ ആയിട്ടുണ്ട്. രാത്രിയിലേക്ക് ഇനിയും കൂടുമെന്നാണ് അറിവ് കിട്ടിയിട്ടുള്ളത്. നമ്മുടെ കമാൻഡോ മുഖം പൊട്ടിയതിനെ തുടർന്ന് വെള്ളം നമ്മുടെ എട്ടുമന ഭാഗത്തും അതുപോലെ കനാല് പണ്ടാരച്ചിറ ഭാഗങ്ങളിലെല്ലാം കൂടുതൽ കടന്നെത്തിയതിനെ തുടർന്ന് ദിവസവും ആളുകൾ കൂടി വരികയാണ്. വളരെയധികം നല്ല രീതിയിൽ തന്നെ ക്യാമ്പ് നമ്മൾ സജ്ജീകരിച്ചുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഇതിന് തുടർന്ന് കഴിഞ്ഞ ദിവസം ഒരു വാർത്ത കാണുകയുണ്ടായി. പഞ്ചായത്ത് ഒരു ക്യാമ്പ് ഒഴിപ്പിക്കാൻ ചെന്നതായിട്ടൊരു വാർത്ത. അത് തീർത്തും തെറ്റായൊരു വാർത്തയാണ്. പഞ്ചായത്ത് അവരെ ഒഴിപ്പിക്കാനായിട്ട് ചെന്നിട്ടില്ല. MLAയുടെ ഓഫീസിലേക്ക് അവിടെയുള്ളവർക്ക് ഭക്ഷണം കിട്ടുന്നില്ല എന്നുള്ളൊരു ഫോൺ സന്ദേശം ചെന്നതിനെ തുടർന്ന് MLA നാട്ടിക നിയോജകമണ്ഡലത്തിൻ്റെ ദുരന്ത നിവാരണത്തിൻ്റെ ചാർജുള്ള തളിക്കുളം BDO റെജി കുമാർ സാറിനെ വിളിച്ച് സംസാരിച്ചതിനെ തുടർന്ന് അദ്ദേഹം ക്യാമ്പ് കാണണമെന്ന് പറഞ്ഞ് എത്തിയതിനെ തുടർന്ന് ഞാനും സെക്രട്ടറിയും അതുപോലെ വില്ലേജ് ഓഫീസറും മെമ്പർമാരും കൂടി ആളുടെ കൂടെ പോവുകയാണ് ഉണ്ടായത്. ചേർപ്പ് ബ്ലോക്കിൻ്റെ BDOയും അതുപോലെ CIയും കൂടെ ഉണ്ടായിരുന്നു. നമ്മൾ അവരുടെ അടുത്ത് കാര്യം പറഞ്ഞ് മനസ്സിലാക്കി ഇവിടുത്തെ ക്യാമ്പിലേക്ക് വരാൻ താല്പര്യമുണ്ടെങ്കിൽ വരാമെന്നുള്ള കാര്യം സംസാരിക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. പഞ്ചായത്തും വില്ലേജുമായിട്ട് ആലോചിക്കാതെയോ സഹകരിക്കാതെയോ നടത്തുന്ന ഒരു ദുരിതാശ്വാസ ക്യാമ്പെന്ന് വേണമെങ്കിൽ പറയാം. അവിടുത്തെ വാർഡ് മെമ്പർ പോലും പറഞ്ഞിട്ട് അനുസരിക്കാതെയാണ് അവിടെ ഇത് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളവരെ ഒരു കാരണവശാലും നമ്മളവരെ ഒഴിപ്പിക്കാനായിട്ട് ചെന്നതല്ല. കാരണം ഈ പഞ്ചായത്തിലുള്ള ആളുകൾ തന്നെയാണ് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവരണം എന്ന് മാത്രമേ ഉദ്ദേശിച്ചിരുന്നുള്ളൂ. തെറ്റായൊരു വാർത്ത വന്നത് വളരെ ഒരു വേദനാജനകമായ കാര്യമാണ്. കാരണം പഞ്ചായത്ത് ഭരണസമിതി എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് തന്നെയാണ് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ തന്നെയാണ് ഞങ്ങൾ ഈ ക്യാമ്പ് നടത്തിക്കൊണ്ട് പോകുന്നത്. അതോടൊപ്പം തന്നെ ഇപ്പോൾ JBSലത്തെ ക്യാമ്പും ഇന്ന് നമ്മൾ കൂടുതൽ ആളുകൾ ഇവിടെ ടോയ്ലറ്റ് സൗകര്യത്തിൻ്റെ ഒരു പ്രശ്നമുണ്ട്. ബിൽഡിങ്ങുകളിൽ സ്ഥലമുണ്ടെങ്കിൽ പോലും ടോയ്ലറ്റ് ഒരു വിഷയമുള്ളത് കൊണ്ടാണ് നമ്മളിപ്പോൾ JBSലെ ക്യാമ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അവിടെയും എല്ലാവിധ സൗകര്യങ്ങളും നമ്മളിപ്പോൾ ഒരുക്കി കഴിഞ്ഞു. നിയമാനുസൃതം പഞ്ചായത്തും വില്ലേജുമായിട്ട് യോജിച്ച് നമ്മൾ മേലുദ്യോഗസ്ഥരുടെ നിർദ്ദേശപ്രകാരമുള്ള കാര്യങ്ങൾ മാത്രമേ ഇതിൽ ചെയ്തിട്ടുള്ളൂ. പിന്നെ അതിനെക്കുറിച്ച് പുറത്തൊക്കെ കേൾക്കുന്ന ആക്ഷേപങ്ങളൊക്കെ അത് വസ്തുതാ വിരുദ്ധമാണ്. പിന്നെ നമ്മളിവിടെ ഇപ്പം 150ഓളം ഫാമിലികളായിട്ട് 150ഓളം ഫാമിലിയിൽ 481ഓളം വ്യക്തികളാണ് ഇവിടെ ഈ ക്യാമ്പിലുള്ളത്. അവരുടെ എല്ലാവിധ കാര്യങ്ങളും നന്നായി നടക്കാൻ വേണ്ട ഒരു പ്രയത്നം വില്ലേജിൻ്റെയും പഞ്ചായത്തിൻ്റെയും, പഞ്ചായത്ത് പറയുമ്പോൾ മെമ്പർമാരും പ്രസിഡൻറ്റും സെക്രട്ടറിയും പിന്നെ വോളണ്ടിയേഴ്സും ഉണ്ട്. അങ്ങനെ എല്ലാവരും കൂടെ നമ്മളിതെല്ലാം നന്നായി നടത്തിക്കൊണ്ട് പോകുന്നുണ്ട്. ഈ ഗവൺമെൻറ് സ്കൂളിൽ നമുക്ക് സൗകര്യം കുറയുമെന്ന് തോന്നിയപ്പോൾ നമ്മൾ JBS സ്കൂളിലും ഇപ്പോൾ നമ്മൾ ക്യാമ്പ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ കാര്യങ്ങളിലൊന്നും ആരുടെ ഭാഗത്തുനിന്നും ഒരു വീഴ്ച ഉണ്ടായിട്ടില്ല.
കരുവന്നൂർ പുഴയോട് ചേർന്ന കമാൻഡ മുഖം തകർന്നിട്ട് 2 ദിവസമായിട്ടും അവ അടയ്ക്കാനുള്ള അടിയന്തര നടപടികൾ ഉണ്ടായില്ല. ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും കാണുകയാണ് സ്ലൂയിസ് തകർന്നത്. പുഴയിൽ നിന്നുള്ള വെള്ളവും കുളവാഴിയും മറ്റും ഹെർബർട്ട് കനാൽ വഴി കുതിച്ചൊഴുകി തോടുകൾ വഴി താഴ്ന്ന പ്രദേശങ്ങളിൽ എത്തുകയാണ്. ഒട്ടേറെ വീടുകളിലും റോഡുകളിലും വെള്ളം കയറി. വിവിധ പഞ്ചായത്തുകളിലായി 100 കണക്കിന് ആളുകളാണ് ക്യാമ്പുകളിൽ കഴിയുന്നത്. 2018 പ്രളയത്തിന്റെ ആഴം കൂട്ടിയത് കമാൻഡമുഖം വഴി വെള്ളമൊഴുകിയതാണ്. ജനങ്ങളെ വലിയ തോതിൽ ബാധിക്കുന്ന പ്രശ്നമായിട്ടും ഈ കാര്യത്തിൽ ബന്ധപ്പെട്ടവർക്ക് നിസ്സംഗതയാണ്. മഴ കുറഞ്ഞത് വലിയ ആശ്വാസം നൽകുന്നുണ്ട്. എങ്കിലും ഇത്തരം അടിയന്തര ഘട്ടങ്ങളിൽ അധികൃതർ നിസ്സംഗത കാണിക്കുന്നതിൽ നാട്ടുകാർ പ്രതിഷേധത്തിലാണ്. മഴ കുറഞ്ഞെങ്കിലും റോഡുകളിൽ വെള്ളക്കെട്ട് തുടരുന്ന സാഹചര്യത്തിൽ പലയിടത്തും ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഊരകം പാഴായി റോഡ്, കോടന്നൂർ താണിക്കമുനിയം നെടുപുഴ റോഡ്, വലച്ചിറ തൈക്കാട്ടുശ്ശേരി റോഡ് എന്നീ റോഡുകൾ അടച്ചു. ആലപ്പാട്ട് പുള്ളു റോഡിൽ വെള്ളം ഉയർന്നു. ഏതു നിമിഷവും ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തുമെന്ന് പറയുന്നു. ചിറക്കൽ ഇഞ്ചുമുടി റോഡ്, ചേനം മുള്ളക്കര റോഡ്, മനക്കുടി പുള്ളു റോഡ്, പനംകുളം ആയുർജ്യോതി റോഡ്, ചിറക്കൽ ചിറ്റുവേലി തേവർ റോഡ്, എട്ടുമന റോഡ് എന്നിവിടങ്ങളിൽ വെള്ളം കയറി. താഴ്ന്ന പ്രദേശങ്ങളിൽ പലയിടത്തും ചെറിയ റോഡുകളിലും വെള്ളം കയറിയിട്ടുണ്ട്. അത് പെട്ടു. അവൻ അങ്ങനെ സ്കൂളിൽ സ്പീഡിൽ വന്നിട്ട് കാര്യമില്ല. കാഞ്ഞാണി പെരുമ്പുഴ പാടത്തെ മണലൂർ താഴം പടവിലൂടെ വെള്ളം ഒഴുക്കി വിടുന്നതുമായുള്ള തർക്കം സംഘർഷത്തിൽ കലാശിച്ചു. മണലൂർ നിവാസികളും അരിമ്പൂർ അന്തിക്കാട് മേഖലയിൽ നിന്നെത്തിയവരുമാണ് തമ്മിലടിച്ചത്. ആർക്കും പരിക്കില്ല. ജില്ലാ അസിസ്റ്റന്റ് കളക്ടർ പ്രശ്ന പരിഹാരത്തിന് ശ്രമിക്കുന്നതിനിടയിലാണ് ചിലർ പ്രകോപനപരമായി പെരുമാറിയത്. പിന്നീട് നടന്ന ചർച്ചയിൽ എല്ലാ സ്ലൂയിസുകളും തുറന്നുവിട്ട് പാടശേഖരങ്ങളിലൂടെയുള്ള നീരൊഴുക്ക് സുഗമമാക്കാൻ നടപടിയായി.
മണലൂർ താഴംപടവിൽ മറ്റ് പടവുകളിലുള്ളതിനേക്കാൾ താരതമ്യേന വെള്ളം കുറവാണ്. പ്രധാന കനാലിലെ ഒരു സ്ലൂയിസ് മാത്രമാണ് തുറന്നു കിടന്നിരുന്നത്. മറ്റ് 2 സ്ലൂയിസുകൾ കൂടി തുറന്ന് അരിമ്പൂർ മേഖലയിൽ നിന്നുള്ള വെള്ളം മണലൂർ പടവ് വഴി ഏനമാവ് റെഗുലേറ്ററിലെത്തിച്ച് കടലിലേക്ക് ഒഴുക്കിവിടാമെന്നാവശ്യപ്പെട്ടാണ് വിവിധ പഞ്ചായത്ത് പ്രസിഡന്റുമാർ അടക്കം പാടത്തെത്തിയത്. കൂടാതെ പെരുമ്പുഴ 2ാം പാലത്തിലെ പാലക്കഴയും കൂടുതൽ തുറന്ന് വെള്ളം ഒഴുക്കി വിടണമെന്ന് ആവശ്യപ്പെട്ട് അന്തിക്കാട് ചാഴൂർ പഞ്ചായത്തിൽ നിന്നുള്ള അധികാരികളും നാട്ടുകാരും എത്തി. പ്രശ്നപരിഹാരത്തിനായി ഏനമാവിലെ കുളവാഴകൾ നീക്കുകയാണ് വേണ്ടതെന്നും മണലൂരിൽ സ്ലൂയിസ് തുറന്നാൽ വെള്ളം ഒഴുകിയെത്തിയ തങ്ങളുടെ പ്രദേശത്തെ കുടുംബങ്ങളെ ബാധിക്കുമെന്നാണ് മണലൂരിലെ കർഷകരും സംഘടിച്ചെത്തിയവരും ഉന്നയിച്ചത്. മഴക്കാലമായാൽ എല്ലാ പാടശേഖരങ്ങളിലെയും സ്ലൂയിസുകൾ അടച്ചിട്ടത് തുറന്നിടണമെന്ന കളക്ടറുടെ ഉത്തരവുണ്ടായിട്ടും മണലൂർ പടവിലെ ഏതാനും കർഷകരും മറ്റ് ചില വ്യക്തികളും ചേർന്ന് സ്വാർത്ഥ താൽപര്യങ്ങളുടെ പേരിൽ ലംഘിക്കുകയാണെന്ന് മറുപക്ഷവും വാദിച്ചു. അന്തിക്കാട് മേഖലയിൽ പാടശേഖരത്തിനോട് ചേർന്ന് കിടക്കുന്ന വീടുകളിൽ കഴിഞ്ഞ ദിവസം വെള്ളം കയറിയതിനെ തുടർന്ന് ഫയർഫോഴ്സ് അടക്കം എത്തിയാണ് ജനങ്ങളെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിയത്. മണലൂർ പഞ്ചായത്ത് ഹാളിൽ അസിസ്റ്റന്റ് കളക്ടറും മണലൂർ, അരിമ്പൂർ, ചാടൂർ, അന്തിക്കാട് പഞ്ചായത്ത് പ്രസിഡന്റുമാരും അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്, അന്തിക്കാട് SI, മറ്റ് ജനപ്രതിനിധികൾ എന്നിവരടക്കം അടിയന്തര യോഗം ചേർന്നു. അടച്ചുവെച്ച സ്ലൂയിസുകൾ അടിയന്തരമായി തുറക്കണമെന്ന് ഭൂരിപക്ഷം ആവശ്യപ്പെട്ടതിനെ തുടർന്ന് പാടശേഖരങ്ങളിൽ സ്ഥാപിച്ചിട്ടുള്ള സ്ലൂയിസുകളെല്ലാം തന്നെ തുറന്നിടണമെന്ന് തീരുമാനിച്ചു. അതോടൊപ്പം ഏനമാവിൽ ഹൈ ലെവൽ കനാൽ എത്തിച്ചേരുന്ന ഭാഗത്തുള്ള കൊളവാടുകളും നീക്കം ചെയ്യണമെന്ന തീരുമാനമായി. തുറന്ന് JCB ഉപയോഗിച്ച് പ്രധാന ചാലിലെ സ്ലൂയിസുകൾ തുറന്ന് വെള്ളം ഒഴുക്കിവിട്ടു. തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ രാമായണ മാസാചരണത്തിന്റെ ഭാഗമായി 1008 നാളികേരം കൊണ്ട് അഷ്ടദ്രവ്യ പ്രത്യക്ഷ ഗണപതി ഹോമവും ഗജപൂജയും ആനയൂട്ടും നടത്തി. ക്ഷേത്രം തന്ത്രി തരണനെല്ലൂർ പത്മനാഭൻ നമ്പൂതിരിപ്പാടിന്റെ നേതൃത്വത്തിൽ ഗണപതി ഹോമം നടന്നു. 11 ആനകൾ ആനയൂട്ടിൽ പങ്കെടുത്തു. എറണാകുളം ശിവകുമാറിന് ആദ്യ ഉരുള നൽകി കൊച്ചിൻ ദേവസ്വം മെമ്പർ പ്രേംരാജ് ചുണ്ടാലത്ത് ചടങ്ങിന് തുടക്കം കുറിച്ചു. കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രതിനിധി P. ബിന്ദു, ഡെപ്യൂട്ടി കമ്മീഷണർ സുനിൽകുമാർ, ഡെപ്യൂട്ടി സെക്രട്ടറി മനോജ് കുമാർ, തൃശൂർ ഗ്രൂപ്പ് അസിസ്റ്റന്റ് കമ്മീഷണർ ബിജി കുമാർ, അസിസ്റ്റന്റ് കമ്മീഷണർ ഷീജ, ദേവസ്വം മാനേജർ സുരേഷ് കുമാർ, ക്ഷേത്ര ഉപദേശക സമിതി അംഗങ്ങളായ രാജൻ, പ്രകാശൻ എന്നിവർ നേതൃത്വം നൽകി. ചോറ്, കരിമ്പ്, പഴം, പൈനാപ്പിൾ, വെള്ളരിക്ക, തണ്ണിമത്തൻ എന്നിവയായിരുന്നു ആനയൂട്ടിന്റെ വിഭവങ്ങൾ. പെരിങ്ങോട്ടുകര നെഹ്റു സ്റ്റഡി സെന്റർ ആൻഡ് കൾച്ചറൽ ഫോറത്തിന്റെ നേതൃത്വത്തിൽ ഉരുൾപൊട്ടലിൽ ദുരിതം അനുഭവിക്കുന്നവർക്ക് നൽകുന്നതിനായി അവശ്യ സാധനങ്ങൾ ശേഖരിക്കുന്നതിനായി പെരിങ്ങോട്ടുകര ചെമ്മാപ്പിള്ളി പഴയ പോസ്റ്റ് ഓഫീസിനു സമീപം കളക്ഷൻ സെന്റർ ആരംഭിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് OS അഷ്റഫ് കളക്ഷൻ സെന്റർ ഉദ്ഘാടനം ചെയ്തു. നെഹ്റു സ്റ്റഡി സെന്റർ ആൻഡ് കൾച്ചറൽ ഫോറം ചെയർമാൻ ആൻഡോ തൊറയൻ അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർ ഗുണ സിംഗ്, CT ജോസ്, കൾച്ചറൽ ഫോറം ഭാരവാഹികളായ രാമൻ നമ്പൂതിരി, പ്രമോദ് കണിമംഗലത്ത്, നിസാർ കൊമ്മങ്ങണ്ടത്ത്, സാജൻ കുറ്റിക്കാട്ടുപറമ്പിൽ, പോൾ പുലിക്കോട്ടിൽ, ഹരിദാസ് ചെമ്മാപ്പള്ളി എന്നിവർ സംസാരിച്ചു. നാരായണൻ കാരയിൽ, റിജു കണക്കത്ര, ഡെയ്സി പോൾ, വില്ലി പട്ടത്താൻ എന്നിവർ നേതൃത്വം നൽകി. ആഗസ്റ്റ് 1 മുതൽ 15 വരെ രാവിലെ 9 മുതൽ വൈകിട്ട് 8 വരെയാണ് അവശ്യ സാധനങ്ങൾ ശേഖരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾക്ക് 9467654014 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. പെരിഞ്ഞനം കൊച്ചംകുളം വാട്ടർ ടാങ്കിനടുത്ത് തമിഴ്നാട് സ്വദേശിയെ വെള്ളക്കെട്ടിൽ വീണ് മരിച്ച നിലയിൽ കണ്ടെത്തി. തിരുനെൽവേലി പൂലംകുളം സ്വദേശി 57 വയസ്സുള്ള അറുമുഖനാണ് മരിച്ചത്. ഇന്ന് രാവിലെയാണ് ഇയാൾ താമസിക്കുന്ന വീടിനടുത്തുള്ള വെള്ളക്കെട്ടിൽ മൃതദേഹം കണ്ടെത്തിയത്. 10 വർഷത്തോളമായി അറുമുഖൻ കൊറ്റംകുളത്താണ് താമസം. ഇരുചക്ര വാഹനത്തിൽ പാത്രക്കച്ചവടം നടത്തി വരുന്നയാളാണ് അറുമുഖൻ. കയ്പമംഗലം പോലീസ് സ്ഥലത്തെത്തി നടപടികൾ സ്വീകരിച്ചു. വലപ്പാട് ഹോട്ടലിൽ പാചകം ചെയ്യുന്നതിനിടെ പ്രഷർ കുക്കർ പൊട്ടിത്തെറിച്ച് 2 സ്ത്രീകൾക്ക് പരിക്കേറ്റു.
വലപ്പാട് ഗ്രാമപഞ്ചായത്തിനു കീഴിൽ വലപ്പാട് ചന്തപ്പടിയിൽ പ്രവർത്തിക്കുന്ന ജനകീയ ഹോട്ടലിലാണ് അപകടമുണ്ടായത്. കുടുംബശ്രീ പ്രവർത്തകർ നടത്തുന്ന ഹോട്ടലിൽ രാവിലെ 10:30 പാചകം ചെയ്യുന്നതിനിടെയാണ് പ്രഷർ കുക്കർ പൊട്ടിത്തെറിച്ചത്. ജനകീയ ഹോട്ടലിന്റെ നടത്തിപ്പുകാരായ എടമുട്ടം സ്വദേശികളായ കൊന്നംപറമ്പത്ത് വീട്ടിൽ സുനിത മണികണ്ഠൻ, കുറ്റിക്കാട്ട് വീട്ടിൽ സുമിത സുധികുമാർ എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവരെ വലപ്പാട് ദയ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇരുവർക്കും മുഖത്താണ് പരിക്കേറ്റിട്ടുള്ളത്. കയ്പമംഗലത്ത് വീട് തകർന്നു വീണു. കയ്പമംഗലം 13-ാം വാർഡിൽ വഴിയമ്പലം കാരാപ്പുള്ളി ക്ഷേത്രത്തിനു സമീപം പട്ടത്ത് വീട്ടിൽ കണ്ണന്റെ വീടാണ് തകർന്നത്. ഇന്നുച്ചയ്ക്ക് 2 മണിയോടെയാണ് സംഭവം. ഓടുമേഞ്ഞ വീടിന്റെ മേൽക്കൂര പൂർണ്ണമായും തകർന്നു. സംഭവ സമയം വീട്ടുകാർ തറവാട്ട് വീട്ടിലേക്ക് പോയിരിക്കുകയായിരുന്നു. പഞ്ചായത്ത് അധികൃതർ സ്ഥലത്തെത്തിയിരുന്നു. ഇൻസ്റ്റഗ്രാമിലൂടെ പരിചയപ്പെട്ട പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ശാരീരികമായി പീഡിപ്പിച്ച യുവാവിനെ തൃശൂർ റൂറൽ SP നവനീത് ശർമ്മ IPS, ഇരിങ്ങാലക്കുട DVSP KG സുരേഷ് എന്നിവരുടെ നിർദ്ദേശപ്രകാരം ആളൂർ SHO KM ബിനീഷ് അറസ്റ്റ് ചെയ്തു. കൊല്ലം പനമന സ്വദേശിയായ മൂനംവീട് കോളനിയിലെ നിയാസിനെയാണ് അറസ്റ്റ് ചെയ്തത്. പെൺകുട്ടിയുമായി 2-ലധികം പ്രാവശ്യം ഇയാൾ ശാരീരികമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. സംഭവത്തിൽ പെൺകുട്ടിയുടെ വീട്ടുകാർ പോലീസിന് പരാതി നൽകിയതോടെ ഒളിവിൽ പോകാൻ ശ്രമിച്ച നിയാസിനെ കൊല്ലം പട്മയിലുള്ള വീട്ടിൽ നിന്നുമാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. വെള്ളിയാഴ്ച രാവിലെ ആളൂർ സ്റ്റേഷനിലെത്തിയ പ്രതിയെ പെൺകുട്ടി തിരിച്ചറിഞ്ഞു. കോടതിയിൽ ഹാജരാക്കിയ റിയാസിനെ റിമാൻഡ് ചെയ്തു. ആളൂർ SIമാരായ KS സുബിദ്, KK രഘു, ASI മിനിമോൾ, സിവിൽ പോലീസ് ഓഫീസർമാരായ സവീഷ് ഹരികൃഷ്ണൻ, ഡ്രൈവർ അനീഷ്, DYSPയുടെ ക്രൈം സ്ക്വാഡ് അംഗങ്ങളായ സിവിൽ പോലീസ് ഓഫീസർ ജീവൻ എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്. ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 6480 രൂപ, പവന് 51,840 രൂപ. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. നാട്ടിക നിയോജക മണ്ഡലത്തിലെ വെള്ളക്കെട്ട് നേരിടുന്ന പ്രദേശങ്ങളും ക്യാമ്പുകളും MLA CC മുകുന്ദൻ സന്ദർശിച്ചു. കമാൻഡമുഖം തകർന്നതിനെ തുടർന്ന് ശക്തമായ ഒഴുക്ക് തടയാൻ അടിയന്തരമായി തടയണ നിർമ്മിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. മാപ്രാണത്ത് പാടശേഖരത്തിലെ വെള്ളക്കെട്ടിൽ വീണ് യുവാവ് മരിച്ചു. വെള്ളക്കെട്ട് ഒഴിയാതെ തൃപ്രയാർ ചേർപ്പ് സംസ്ഥാന പാതയിൽ തേവർ റോഡ് പെട്രോൾ പമ്പിന് സമീപം. പാനംകുളം DMLP സ്കൂളിലെ ദുരിതാശ്വാസ ക്യാമ്പ് ഒഴിപ്പിക്കാൻ താൻ ശ്രമിച്ചുവെന്ന് ചിലർ നടത്തുന്ന പ്രചരണം വാസ്തുവിരുദ്ധമാണെന്ന് ചേർപ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് സുജീഷ കള്ളിയത്ത് പറഞ്ഞു. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.